ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രസതന്ത്രവുമായി ബന്ധപ്പെട്ട് PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഇന്നത്തെ വീഡിയോ. രസതന്ത്രത്തിലെ പഠനശാഖകൾ: കാർബണും ഹൈഡ്രജനും ഉൾപ്പെടെ രാസസംയുക്തങ്ങളുടെ ഘടന, ഘടകങ്ങൾ, രൂപീകരണം എന്നിവയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓർഗാനിക് കെമിസ്ട്രി. കാർബണും ഹൈഡ്രജനും ഉൾപ്പെടെ രാസസംയുക്തങ്ങളുടെ ഘടന, ഘടകങ്ങൾ, രൂപീകരണം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഓർഗാനിക് കെമിസ്ട്രി. തന്മാത്രകളുടെ ആറ്റങ്ങളിലെ വിന്യാസത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചുമുള്ള പഠനം അറിയപ്പെടുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി. തന്മാത്രകളുടെ ആറ്റങ്ങളിലെ വിന്യാസത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചുമുള്ള പഠനമാണ് സ്റ്റീരിയോ കെമിസ്ട്രി. കാർബണും ലോഹവും ചേർന്ന സംയുക്തങ്ങളുടെ രാസബന്ധനത്തെക്കുറിച്ചുള്ള പഠനം ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി. കാർബണും ലോഹവും ചേർന്ന സംയുക്തങ്ങളുടെ രാസബന്ധനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓർഗനോ മെറ്റാലിക് കെമിസ്ട്രി. ആണവ രാസപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂക്ലിയർ കെമിസ്ട്രി. ആണവ രാസപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂക്ലിയർ കെമിസ്ട്രി എന്നറിയപ്പെടുന്നത്. എൻസൈം ആക്ടിവിറ്റിയുടെ ഭാഗമായി ലോഹ അയോണുകളും ജീവകലകളും തമ്മിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി. എൻസൈം ആക്ടിവിറ്റിയുടെ ഭാഗമായി ലോഹ അയോണുകളും ജീവകലകളും തമ്മിലുണ്ടാകുന്ന പ്രവർത്തനം, അതിനെ അറിയപ്പെടുന്നത് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി. സംയുക്തങ്ങളുടെ അളവ്, അനുപാതം, സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് അനലിറ്റിക്കൽ കെമിസ്ട്രി. സംയുക്തങ്ങളുടെ അളവ്, അനുപാതം, സ്വഭാവം ഇവയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അനലിറ്റിക്കൽ കെമിസ്ട്രി. രാസപ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന അഭികാരകങ്ങളെയും ഉൽപ്രേരകങ്ങളെയും കുറിച്ചുള്ള പഠനം കെമിക്കൽ കൈനറ്റിക്സ്. രാസപ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന അഭികാരകങ്ങളെയും ഉൽപ്രേരകങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് കെമിക്കൽ കൈനറ്റിക്സ്. പ്രകാശ പദാർത്ഥവുമായി നടക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനം സ്പെക്ട്രോസ്കോപ്പി. പ്രകാശ പദാർത്ഥവുമായി നടക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനമാണ് സ്പെക്ട്രോസ്കോപ്പി എന്നറിയപ്പെടുന്നത്. കൃത്രിമ നാരുകളെക്കുറിച്ചുള്ള പഠനം പോളിമർ കെമിസ്ട്രി. കൃത്രിമ നാരുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോളിമർ കെമിസ്ട്രി. ഘനരൂപങ്ങളുടെ ഘടന, ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി. ഘനരൂപങ്ങളുടെ ഘടന, ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി. രസതന്ത്രത്തിലെ അപരനാമങ്ങൾ: വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റിസ്. വിഡ്ഢികളുടെ സ്വർണം അയൺ പൈറൈറ്റിസ്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. വുഡ് സ്പിരിറ്റ് മെഥനോൾ. വുഡ് സ്പിരിറ്റ് മെഥനോൾ. സാർവത്രിക ലായകം ജലം. സാർവത്രിക ലായകം എന്നറിയപ്പെടുന്നത് ജലം. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് അക്വാ റീജിയ. രാജകീയ ദ്രാവകം അക്വാ റീജിയ. ചതുപ്പ് വാതകം മീഥെയ്ൻ. ചതുപ്പ് വാതകം മീഥെയ്ൻ. അത്ഭുത ഔഷധം ആസ്പിരിൻ. അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്നത് ആസ്പിരിൻ. വിഷങ്ങളുടെ രാജാവ് ആഴ്സനിക്. വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആഴ്സനിക്. ഓയിൽ ഓഫ് വിട്രിയോൾ സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ സൾഫ്യൂരിക് ആസിഡ്. യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് യുറേനിയം ഓക്സൈഡ്. യെല്ലോ കേക്ക് യുറേനിയം ഓക്സൈഡ്. തത്വജ്ഞാനികളുടെ കമ്പിളി അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് ബോൾ എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ്. തത്വജ്ഞാനികളുടെ കമ്പിളി എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ്. നിർമ്മാണ പ്രക്രിയകൾ: സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തെ പറയുന്ന പേരാണ് സമ്പർക്ക പ്രക്രിയ. ഹണ്ടർ പ്രക്രിയ ടൈറ്റാനിയം. ബോഷ് പ്രക്രിയ ഹൈഡ്രജൻ. സയനൈഡ് പ്രക്രിയ. സ്വർണം, വെള്ളി എന്നിവയുടെ നിർമ്മാണത്തെ അറിയപ്പെടുന്ന പേരാണ് സയനൈഡ് പ്രക്രിയ. ഡൗൺസ് പ്രക്രിയ. സോഡിയം നിർമ്മാണത്തെ അറിയപ്പെടുന്ന പേരാണ് ഡൗൺസ് പ്രക്രിയ. ബെസിമർ പ്രക്രിയ. സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്ക് നിർമ്മാണം. ഓസ്വാൾഡ് പ്രക്രിയ നൈട്രിക് ആസിഡ്. ഡിക്കൻസ് പ്രക്രിയ ക്ലോറിൻ. ഹേബർ പ്രക്രിയ അമോണിയ. ഫ്രാഷ് പ്രക്രിയ സൾഫർ.
ബേയേഴ്സ് പ്രക്രിയ ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിക്കലിനെ അറിയപ്പെടുന്ന പേരാണ് ബേയേഴ്സ് പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണം അറിയപ്പെടുന്ന പേരാണ് സമ്പർക്ക പ്രക്രിയ. ഹണ്ടർ പ്രക്രിയ ടൈറ്റാനിയം, ബോഷ് പ്രക്രിയ ഹൈഡ്രജൻ, സയനൈഡ് പ്രക്രിയ സ്വർണം, വെള്ളി എന്നിവയുടെ നിർമ്മാണം, ഡൗൺസ് പ്രക്രിയ സോഡിയം, ബെസിമർ പ്രക്രിയ സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്കിന്റെ നിർമ്മാണം, ഓസ്വാൾഡ് പ്രക്രിയ നൈട്രിക് ആസിഡ് നിർമ്മാണം, ഡിക്കൻസ് പ്രക്രിയ ക്ലോറിൻ, ഹേബർ പ്രക്രിയ അമോണിയ, ഫ്രാഷ് പ്രക്രിയ സൾഫർ, ബേയേഴ്സ് പ്രക്രിയ സംയുക്തങ്ങളും അവയുടെ രാസനാമങ്ങളും. വാഷിംഗ് സോഡ അല്ലെങ്കിൽ അലക്കുകാരം സോഡിയം കാർബണേറ്റ്, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്, ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ്, വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ്, ഗ്രീൻ വിട്രിയോൾ ഫെറസ് സൾഫേറ്റ്. നവസാരം അമോണിയം ക്ലോറൈഡ്, സ്മെല്ലിംഗ് സാൾട്ട് അമോണിയം കാർബണേറ്റ്, കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്, പേൾ ആഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം കാർബണേറ്റ്, പാറ്റ ഗുളിക നാഫ്തലിൻ, എലിവിഷം സിങ്ക് ഫോസ്ഫൈഡ്, ലാഫിംഗ് ഗ്യാസ് നൈട്രസ് ഓക്സൈഡ്. വാഷിംഗ് സോഡ അല്ലെങ്കിൽ അലക്കുകാരം സോഡിയം കാർബണേറ്റ്, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്, ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റ്, വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ്, ഗ്രീൻ വിട്രിയോൾ ഫെറസ് സൾഫേറ്റ്. നവസാരം അമോണിയം ക്ലോറൈഡ്, സ്മെല്ലിംഗ് സാൾട്ട് അമോണിയം കാർബണേറ്റ്, കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്, പേൾ ആഷ് പൊട്ടാസ്യം കാർബണേറ്റ്, പാറ്റ ഗുളിക നാഫ്തലിൻ, എലിവിഷം സിങ്ക് ഫോസ്ഫൈഡ്, ലാഫിംഗ് ഗ്യാസ് നൈട്രസ് ഓക്സൈഡ്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്, ജിപ്സം ഡൈഹൈഡ്രേറ്റ് കാൽസ്യം സൾഫേറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് സെമി ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ്, നൈറ്റർ അല്ലെങ്കിൽ വെടിയുപ്പ് പൊട്ടാസ്യം നൈട്രേറ്റ്, ക്ലാവ് ബേസിക് കോപ്പർ കാർബണേറ്റ്, തുരുമ്പ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ക്ലോറോഫോം എന്നറിയപ്പെടുന്നത് ട്രൈക്ലോറോ മീഥെയ്ൻ. ചോക്ക് മാർബിൾ മുട്ടത്തോട് എന്നിവ കാൽസ്യം കാർബണേറ്റ്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്, ജിപ്സം ഡൈഹൈഡ്രേറ്റ് കാൽസ്യം സൾഫേറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് സെമി ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ്. വെടിയുപ്പ് അല്ലെങ്കിൽ നൈറ്റർ പൊട്ടാസ്യം നൈട്രേറ്റ്, ക്ലാവ് ബേസിക് കോപ്പർ കാർബണേറ്റ്, തുരുമ്പ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ക്ലോറോഫോം ട്രൈക്ലോറോ മീഥെയ്ൻ. ചോക്ക് മാർബിൾ മുട്ടത്തോട് എന്നിവ കാൽസ്യം കാർബണേറ്റ്. സോഡാജലം കാർബോണിക് ആസിഡ്, ഫിനോൾ കാർബോളിക് ആസിഡ്, ചുണ്ണാമ്പ് കല്ല് കാൽസ്യം കാർബണേറ്റ്, ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്, എപ്സം സാൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ്, വുഡ് ആൽക്കഹോൾ മീഥൈൽ ആൽക്കഹോൾ, DDT ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ അല്ലെങ്കിൽ ഡൈക്ലോറോ ഡൈഫ്ലൂറോ ട്രൈക്ലോറോ ഈഥെയ്ൻ. മണൽ സിലിക്കൺ ഡയോക്സൈഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, അജിനോമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, വെള്ളാരങ്കല്ല് അല്ലെങ്കിൽ ക്വാർട്സ് സിലിക്കൺ ഡയോക്സൈഡ്, സോഡാജലം കാർബോണിക് ആസിഡ്, സ്പിരിറ്റ് ഈഥൈൽ ആൽക്കഹോൾ, ഫിനോൾ കാർബോളിക് ആസിഡ്, ചുണ്ണാമ്പുകല്ല് കാൽസ്യം കാർബണേറ്റ്, ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്, എപ്സം സാൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ്, വുഡ് ആൽക്കഹോൾ മീഥൈൽ ആൽക്കഹോൾ, DDT ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ അല്ലെങ്കിൽ ഡൈക്ലോറോ ഡൈഫ്ലൂറോ ട്രൈക്ലോറോ ഈഥെയ്ൻ. മണൽ സിലിക്കൺ ഡയോക്സൈഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, അജിനോമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, വെള്ളാരങ്കല്ല് അല്ലെങ്കിൽ ക്വാർട്സ് സിലിക്കൺ ഡയോക്സൈഡ്. ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും. ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം.
ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ വാതകങ്ങളുടെ ആപേക്ഷിക ആർദ്രത അളക്കുവാൻ ഉപയോഗിക്കുന്നു. വാതകങ്ങളുടെ ആപേക്ഷിക ആർദ്രത അളക്കുവാൻ ഉപയോഗിക്കുന്നത് ഹൈഗ്രോമീറ്റർ. ഗ്രേവിമീറ്റർ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അളക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഗ്രേവിമീറ്റർ. സാക്കറിമീറ്റർ ഒരു ലായനിയിലെ പഞ്ചസാരയുടെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാക്കറിമീറ്റർ. ഒരു ലായനിയിലെ പഞ്ചസാരയുടെ അളവ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മാനോമീറ്റർ വാതകങ്ങളുടെയും ദ്രാവകങ്ങളുടെയും മർദ്ദം രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നു. വാതകങ്ങളുടെയും ദ്രാവകങ്ങളുടെയും മർദ്ദം രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് മാനോമീറ്റർ. ഇലക്ട്രോമീറ്റർ വൈദ്യുതിയുടെ നേരിയ തോതിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വൈദ്യുതിയുടെ നേരിയ തോതിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോമീറ്റർ. ക്രയോമീറ്റർ താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നു. താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രയോമീറ്റർ. ഗാൽവനോമീറ്റർ വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. പൈറോമീറ്റർ ഉയർന്ന താപനില അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉയർന്ന താപനില അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ആക്ടിനോമീറ്റർ സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൻ്റെ തോത് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൻ്റെ തോത് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നതാണ് ആക്ടിനോമീറ്റർ. വോൾട്ട് മീറ്റർ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുവാൻ ഉപയോഗിക്കുന്നു. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ. സാങ്കൽപ്പിക രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഐസോബാർ തുല്യമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖ. തുല്യമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖയാണ് ഐസോബാർ. ഐസോബാർ സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖ. ഐസോബാർ സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖ. ഐസോതെയ്ം തുല്യ ഊഷ്മാവുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖ. ഐസോതെയ്ം എന്നാൽ തുല്യ ഊഷ്മാവുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നു. ഐസോഹെൽ തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖയാണ്. ഐസോഹെൽ തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നു. ഐസോടാക് തുല്യ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നു. ഐസോടാക് തുല്യ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖ. ഐസോചെയിൻ തുല്യ തണുപ്പുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖയാണ് ഐസോചെയിൻ. തുല്യ തണുപ്പുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖ ഐസോചെയിൻ. ഐസോതെയർ തുല്യ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖ. ഐസോതെയർ തുല്യ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖ. ഐസോഡോസ് തുല്യ പ്രകാശ തീവ്രത അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖയാണ് ഐസോഡോസ്. തുല്യ പ്രകാശ തീവ്രത അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖ. ഐസോഹാലൈൻ സമുദ്രത്തിലെ തുല്യ ലവണത്വം ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നു. സമുദ്രത്തിലെ തുല്യ ലവണത്വം ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖയാണ് ഐസോഹാലൈൻ. ഐസോഹ്യൂം തുല്യ ആർദ്രതയുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖയാണ് ഐസോഹ്യൂം. തുല്യ ആർദ്രതയുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖ ഐസോഹ്യൂം. ഐസോനെഫ് തുല്യ മേഘാവരണം ഉള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖ. തുല്യ മേഘാവരണം ഉള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖയാണ് ഐസോനെഫ്.
ചാൾസ് നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ജാക്കോസ് ചാൾസ്. പാസ്കൽ നിയമം ബ്ലെയ്സ് പാസ്കൽ. ബോയിൽ നിയമം റോബർട്ട് ബോയിൽ. അവഗാഡ്രോ നിയമം അവഗാഡ്രോ. ക്രമാവർത്തന നിയമം ദിമിത്രി മെൻഡലീഫ്. സ്ഥിരാനുപാത നിയമം ജോസഫ് പ്രൗസ്റ്റ്. ആധുനിക ക്രമാവർത്തന നിയമം ഹെൻറി മോസ്ലി. പിണ്ഡ സംരക്ഷണ നിയമം ലാവോസിയർ. ബഹു അനുപാത നിയമം ജോൺ ഡാൾട്ടൺ. ഭാഗിക മർദ്ദ നിയമം ജോൺ ഡാൾട്ടൺ. ചാൾസ് നിയമം ജാക്കോസ് ചാൾസ്. പാസ്കൽ നിയമം ബ്ലെയ്സ് പാസ്കൽ. ബോയിൽ നിയമം റോബർട്ട് ബോയിൽ. അവഗാഡ്രോ നിയമം അവഗാഡ്രോ. ക്രമാവർത്തന നിയമം ദിമിത്രി മെൻഡലീഫ്. സ്ഥിരാനുപാത നിയമം ജോസഫ് പ്രൗസ്റ്റ്. ആധുനിക ക്രമാവർത്തന നിയമം ഹെൻറി മോസ്ലി. പിണ്ഡ സംരക്ഷണ നിയമം ലാവോസിയർ. ബഹു അനുപാത നിയമം ജോൺ ഡാൾട്ടൺ. ഭാഗിക മർദ്ദ നിയമം ജോൺ ഡാൾട്ടൺ.